സി പി എമ്മിൻ്റെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ശൈലജ ടീച്ചർ ചിന്താവാരികയിൽ എഴുതിയ ലേഖനം അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സി പി എമ്മിൻ്റെ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിൽ വസ്തുനിഷ്ഠമായ വിശകലനം ചെയ്യുവാൻ ശൈലജ ടീച്ചറുടെ ലേഖനത്തിന് കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാധാരണ സി പി എം നേതാക്കന്മാരൊക്കെ പരാജയത്തെ മറ്റു പല നിർവചനങ്ങളും നൽകി കോൺഗ്രസ് ബാന്ധവം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് സി പി എമ്മിൻ്റെ പരാജയത്തിന് കാരണം പാർട്ടിയുടെ പാളിച്ചകളാണ് എന്ന് സമ്മതിക്കുകയാണ് കെ ശൈലജ ടീച്ചർ. പ്രത്യേകിച്ചും നേതാക്കന്മാരുടെ ധാർഷ്ട്യം, അതുപോലെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും പെരുമാറ്റത്തിലുള്ള ധാർഷ്ട്യം, ഇതൊക്കെയും സി പി എമ്മിൻ്റെ പരാജയത്തിന് കാരണമായി എന്ന യാഥാർത്ഥ്യം വളരെ വ്യക്തമായി തന്നെ ശൈലജ ടീച്ചർ അംഗീകരിക്കുന്നു എന്നതാണ് ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ചും പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ സി പി എം മുന്നോട്ട് പോയത് വലിയ ഗൗരവമായി തന്നെ പാർട്ടി കാണേണ്ടതുണ്ട്, അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കേരളത്തിൽ സി പി എം നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ശൈലജ ടീച്ചർ അംഗീകരിക്കുന്നു എന്നതാണ് ഈ ലേഖനത്തിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ജി സുധാകരൻ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുമായി നമുക്കിത് ബന്ധപ്പെടുത്താം. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല, പക്ഷേ അത് നടപ്പിലാക്കാൻ എന്ന പേരിൽ ഇറങ്ങിത്തിരിച്ച ചില നേതാക്കന്മാരുടെ ധാർഷ്ട്യവും അവരുടെ സംഭാഷണങ്ങളും ശൈലികളുമൊക്കെയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പരാജയത്തിന് കാരണം എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം സുധാകരൻ നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ അതേ പാറ്റേണിൽ തന്നെയാണ് കെ ശൈലജയുടെ ലേഖനവും എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആരും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം പരാജയപ്പെട്ടു പോകണം, അത് ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ നശിച്ചാൽ അതിന് പകരമായി വളർന്നു വരുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കേരളത്തിൻ്റെ ഇപ്പോഴുള്ള സന്തുലിതാവസ്ഥയ്ക്ക് അപകടകരമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ നിലനിന്ന് പോകണമെന്നാണ് കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ സി പി എം നേതാക്കന്മാർ അതിനുവേണ്ടി മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും SFI മുതൽ സി പി എം വരെയുള്ള നേതാക്കന്മാരുടെ ഒക്കെയും വാക്കുകളിലും പ്രവൃത്തികളിലും തെളിയിക്കുന്ന ഒരു ധാർഷ്ട്യം, താൻപോരിമ, അതൊക്കെയും ഒരു ചേഞ്ച് വരുത്തിയാൽ ഒരുപക്ഷെ സി പി എമ്മിന് കേരളത്തിൽ തിരിച്ചു വരാം. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇതിനേക്കാൾ വലിയ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു സി പി എമ്മിന്. പക്ഷേ ആ സംഘടനാ സംവിധാനത്തൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അവിടെ തൃണമൂൽ വളർന്നു, BJP വളർന്നു, പിന്നെ സി പി എം അവിടങ്ങളിലൊക്കെ ഇല്ലാതാകുന്ന ഒരു പ്രവണതയുണ്ടായി. അത്രത്തോളമൊന്നും സംഘടനാ സംവിധാനം ഒന്നും കേരളത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സി പി എം ഈ പരാജയത്തിൽ നിന്ന് എന്ന് തന്നെയാണ് കെ ശൈലജയുടെ ആ ലേഖനത്തിൽ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് പ്രസ്താവനകൾ, അത് കടക്കുപുറത്ത് മുതൽ പിണറായി വിജയൻ്റെ കടക്കുപുറത്ത് മുതൽ അങ്ങനെയുള്ള ഒരു വീട്ടിൽ പോയി ചോദിക്ക് എന്ന മുതലുള്ള പ്രസ്താവനകൾ, മണിയാശാൻ്റെ മറ്റേ പണി, അങ്ങനെ ഒരുപാട് പ്രസ്താവനകൾ സി പി എമ്മിന് തിരിച്ചടിയായിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. പണ്ട് കാലത്തൊക്കെ ഈ ന്യൂ ജനറേഷനിലെ ആളുകൾ സി പി എമ്മിൽ ആകർഷിക്കപ്പെടുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് 25-30 വയസ്സുകളിൽ ഞാൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന കുട്ടികളൊക്കെയും കോളേജിലും അല്ലെങ്കിൽ നാട്ടിലും പിന്നീട് ജംഗ്ഷനിലുമൊക്കെ ഇറങ്ങുമ്പോൾ പ്രാദേശികമായ DYFI SFI നേതാക്കന്മാരാൽ സ്വാധീനിക്കപ്പെട്ട് SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ SFIയിലെയും DYFIയിലെയും നേതാക്കന്മാർ വായനാശീലമുള്ള, ലോകത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന, ആരാധനയോടെ കണ്ടിരുന്ന നേതാക്കന്മാരായിരുന്നുവെങ്കിൽ ഇന്ന് DYFIയുടെയും SFIയുടെയും നേതാക്കന്മാർ അത്തരത്തിലല്ല എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സി പി എം നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഫണ്ട് കണ്ടെത്തുവാൻ കഴിയുന്ന നേതാക്കന്മാരെയാണ്, അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാരെ, കോൺഗ്രസ്സുകാരെയോ KSUക്കാരെയോ ഒക്കെ അടിച്ചൊതുക്കി കോളേജിലും പട്ടണങ്ങളിലും അല്ലെങ്കിൽ ഗ്രാമങ്ങളിലുമൊക്കെ സി പി എമ്മിൻ്റെ കൊടി നാട്ടുവാൻ കഴിയുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫണ്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്ക് അപജയമുണ്ടാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം ഒരു പ്രവണത തിരുത്തേണ്ടതുണ്ട്. പഴയതുപോലെ യുവ ജനങ്ങളെ സി പി എമ്മിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി കാര്യഗൗരവമുള്ള നേതൃത്വം SFIയിലും DYFIയിലും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും
കോൺഗ്രസ്സിലൊരു ജനാധിപത്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. ഒരു പരിധിവരെ അത് മാധ്യമങ്ങളിലെത്തുന്നുണ്ട്. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ സിപിഎമ്മിനെ സംബന്ധിച്ച് എപ്പോഴും ഒരു അച്ചടക്കത്തിൻ്റെ ഇരുമ്പ് മറയുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതിനകത്ത് തന്നെ ഒതുക്കപ്പെടുകയാണ്. അത് വളരെ അപകടകരമാണ്. അത് ഈ നിരാശകളും അതുപോലെയുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഇരുന്ന് പുകഞ്ഞ് പൊട്ടി വലിയൊരു സ്ഫോടനമാകുവാൻ സാധ്യതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രവർത്തന സ്വാതന്ത്ര്യം സിപിഎമ്മിൽ അനുവദിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. മറ്റൊന്ന്, സിപിഎമ്മിൻ്റെ യുവ നേതാക്കന്മാർ, അവരുടെ ശൈലി, അവരുടെ സംസാരം അതൊക്കെ തന്നെയും യുവജനതയെ ആകർഷിക്കുവാൻ തക്ക രീതിയിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സിപിഎമ്മാർ അവർ ഏറ്റവും വലിയ ഒരു ബുദ്ധിജീവിയായി കാണുന്നത് സ്വരാജാണ്. സ്വരാജിനെ പോലും അന്ധരായ പാർട്ടി അണികൾ മാത്രമാണ് വലിയ ആളായി കാണുന്നത്. സാധാരണ ആളുകളൊക്കെ അദ്ദേഹം വടിവത്ത അക്ഷരത്തിൽ വൃത്തവും ചമത്കാരവും ഒക്കെ അനുസരിച്ച് സംസാരിക്കുന്ന ഒരാൾ എന്നതിലപ്പുറം ഷാഫിയുടെയോ അതുപോലെ മറ്റുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെയോ ഒരു നിലവാരത്തിലേക്ക് പരിഗണിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, സജി ചെറിയാൻ മുതൽ വിജയരാഘവൻ വരെ നടത്തുന്ന ഈ വർഗീയത കലർന്ന പരാമർശങ്ങൾ, അത് ചില സമയങ്ങളിൽ ഹൈന്ദവ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച്, മറ്റു ചിലപ്പോൾ മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച്, അത് ലോക്സഭാ ഇലക്ഷനിൽ ഒരു തരത്തിലുള്ള വർഗീയതയാണ് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നിയമസഭാ ഇലക്ഷനിലാകുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും. അതൊക്കെയും വലിയ തിരിച്ചടി സിപിഎമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടി മതേതര സ്വഭാവമുള്ള കേരളത്തിൽ സിപിഎം നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേതാക്കന്മാർക്കിടയിൽ അവർക്കൊരു പ്രവർത്തനത്തിൻ്റെ മാനദണ്ഡം നിർദ്ദേശിക്കേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മിക്കപ്പോഴും ഗോവിന്ദൻ്റെയും അതുപോലെ സജി ചെറിയാൻ്റെയും ഒക്കെ പ്രസ്താവനകൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതായിരിക്കാം ഒരിക്കൽ ശൈലജ ടീച്ചർ പറഞ്ഞത്, ഈ സ്വഭാവങ്ങളിലും അതുപോലെയുള്ള സംഭാഷണങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന ഒരു യാഥാർത്ഥ്യം ശൈലജ ടീച്ചർ സൂചിപ്പിച്ചത്. മറ്റൊന്ന്, രാഷ്ട്രീയ സംഘടനകൾ മിക്കപ്പോഴും സിപിഎം എതിരാളികളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നു എന്നാണ്. അത് കോളേജുകളിലായാലും പാർട്ടി ഗ്രാമങ്ങളിലായാലും ഒക്കെ അങ്ങനെയാണ്. കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്കിതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പറ്റും. ഷുഹൈബ് മുതൽ കൃപേഷ്, ശരത് ലാൽ, അതുപോലെ TP, ഈ കൊലപാതകങ്ങളിലൊക്കെയും സിപിഎം അവരുടെ പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു. അത് മിക്കപ്പോഴും കഴിഞ്ഞ 2 പ്രാവശ്യവും പിണറായി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ജനങ്ങളുടെ പണം ഖജനാവിൽ നിന്നെടുത്ത് അത്തരം പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയും തിരുത്തി സിപിഎമ്മിന് മുന്നോട്ട് പോകുവാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും. കാരണം സിപിഎം എന്ന് പറയുന്ന പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെയൊക്കെ ആവശ്യമാണ്. സിപിഎമ്മിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട് സംസ്ഥാനത്ത്, രാജ്യത്ത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചില അപചയങ്ങൾ, അത് ഓരോ പാർട്ടികളും അത് കണ്ടറിഞ്ഞ് തിരുത്തുന്ന ഒരു സമീപനം സ്വീകരിക്കാറുണ്ട്. സിപിഎമ്മിനെ സംബന്ധിച്ച് അത് അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും സിപിഎമ്മിൻ്റെ അകത്ത് നിന്ന് ഉയരുന്ന അത്തരം ശബ്ദങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെ അതിൻ്റെ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയണം എന്നു തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. നല്ല വിമർശനങ്ങൾ അത് ആ പ്രസ്ഥാനത്തെ വീണ്ടും നേർവഴിയിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നല്ലൊരു നേതൃത്വം, യുവ നേതൃത്വം, പ്രത്യേകിച്ചും യുവാക്കളെ കൂടുതൽ ആ പാർട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഒരു യുവ നേതൃത്വത്തിന് പാർട്ടി ശ്രമിക്കണം എന്നു തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.